നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ ഇട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അലീന ബാലേന്ദ്രനുള്ള ചായയും പിന്നെ പത്രമൊക്കെ ആയിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ്. ബാലേന്ദ്രൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബാലേന്ദ്രനെ പോയി എഴുന്നേപ്പിച്ചു അലീന. എന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി അച്ഛന്? അച്ഛൻ എന്താ എത്ര താമസിച്ചാന്ന് ചോദിച്ചു. ഞാൻ വെറുതെ എഴുന്നേറ്റ് കിടക്കുമായിരുന്നു പറഞ്ഞു. അങ്ങനെ ചായ അവിടെ വെച്ചിട്ട് പത്രം കയ്യിലേക്ക് കൊടുത്തു. ബാലേന്ദ്രൻ വല്ലാതെ ക്ഷീണിതനാണെന്ന് മനസ്സിലായി. ബാലേന്ദ്രൻ അലീനയോടൊന്നും മിണ്ടുക പോലും ചെയ്തില്ല. അപ്പോഴേക്കും അലീന ചോദിച്ചു, എന്താ അച്ഛാ, അച്ഛൻ എന്തു പറ്റി? ഒന്നുമില്ലാന്ന് പറഞ്ഞു. പിന്നീട് ബാലേന്ദ്രൻ ആ പത്രം നോക്കിയിട്ട് ഇങ്ങനെ അതിനകത്ത് ഓരോ വാർത്തകളൊക്കെ വായിക്കണം. 42കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നീട് ആ പത്രം ഒന്ന് മറിക്കാൻ നോക്കിയിട്ട് ബാലേന്ദ്രന് പറ്റുന്നുണ്ടായിരുന്നില്ല. ബാലേന്ദ്രൻ അത് തന്നെ പിടിച്ചിങ്ങനെ മറിച്ചും തിരിച്ചുമൊക്കെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛാ, അച്ഛനിത് എന്താ അത്? ഇങ്ങോട്ട് താട്ട്, ഞാൻ ആ പത്രം മറിച്ചു തരാമെന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇങ്ങ് താട്ടച്ചാ, വേണ്ടാന്ന് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. പെട്ടെന്ന് അലീന എന്ത് ചെയ്തു, ആ പത്രം ഇങ്ങോട്ട് പിടിച്ചു വാങ്ങി. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഇതേ നിന്റെ ധാഷ്ടി ഇത്ര കൂടുന്നുണ്ട് കേട്ടോ, ഇത്ര അഹങ്കാരം കൂടുന്നുണ്ട്. ഞാൻ എന്താ അഹങ്കാരം കാണിച്ചെന്നാ? അച്ഛാ, എനിക്കറിയാം അച്ഛൻ എന്നോട് ദേഷ്യമാണ്. അത് എന്തുകൊണ്ടാണെന്നും എനിക്കറിയാം. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാന്ന് പറഞ്ഞുകൊണ്ടല്ലേ അച്ഛൻ എന്നോട് ദേഷ്യം. എന്തിനാ അച്ഛൻ എന്നോട് ദേഷ്യം കാണിക്കണേ? അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, ഞാനായിട്ട് ഒരു പ്രസ്താവന ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നീയായിട്ട് അത് തിരുത്തി. അറിയാലോ എന്താന്ന്, നീ എൻ്റെ മോളല്ലെന്ന് നീ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. അച്ഛാ, ഞാൻ എല്ലാവരോടും ഒന്നും വിളിച്ചു പറഞ്ഞില്ല. ഞാൻ രോഹിത്തിനോട് മാത്രമേ പറഞ്ഞുള്ളൂ. മതിയില്ലോ. രോഹിത്ത് ബാബിതയോട് പറഞ്ഞു. അവൾ എന്നോട് വന്ന് ചോദിച്ചു, എൻ്റെ കുട്ടികളുടെ മുന്നിൽ ഞാൻ ആരായി? ഞാൻ തീരെ ചെറുതായി പോയി, ഒന്നും അല്ലാതായി പോയില്ലേ? അച്ഛാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛൻ്റെ വേദന എന്താന്ന്. പക്ഷെ അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. ചെയ്യാത്ത തെറ്റിനാണ് അച്ഛൻ ഇപ്പോൾ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ എന്തിനാണ് ചെയ്യാത്ത തെറ്റിനിങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ അച്ഛൻ്റെ മോളല്ലെന്നുള്ള കാര്യം അച്ഛനും അറിയാം, അതുപോലെ തന്നെ എനിക്കും അറിയാം. അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവരുടെ മുന്നിൽ അച്ഛൻ ശരിക്കും നാണം കിട്ടില്ലേ ഞാൻ മോളാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ? അച്ഛന് അഭിഹിത ബന്ധത്തിലുണ്ടായൊരു സന്തതിയാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അച്ഛന് അഭിമാനമായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രനൊന്നും മിണ്ടിയില്ല. എല്ലാവരുടെ മുന്നിൽ അച്ഛൻ്റെ തല കുനിഞ്ഞു. അപ്പം ഞാൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? കാര്യം അച്ഛനൊരു തെറ്റും ചെയ്യാതെയാണ് അച്ഛൻ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് നിന്നത്, സ്വന്തം മക്കളുടെ മുന്നിൽ പോലും. എന്നിട്ട് പോലും അച്ഛൻ എന്ത് ചെയ്തു? എന്നെ തള്ളിക്കളഞ്ഞില്ല. അതൊക്കെ ഞാൻ വിചാരിക്കേണ്ട അച്ഛാ. അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് അവരോടൊക്കെ പറയണം തോന്നി. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം തന്നെ അങ്ങനെ പറഞ്ഞത്. ഞാൻ അച്ഛൻ്റെ മോളല്ലെന്ന്. ഒരു തെറ്റും ചെയ്യാതെ അച്ഛൻ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഈ ഒരു കുരിശെടുത്ത് തലയിലേക്ക് വെക്കേണ്ട കാര്യമുണ്ടോ? ഇനിയെങ്കിലും അച്ഛൻ തലയുയർത്തി പിടിച്ച് നടക്കണം. ബാലേന്ദ്രൻ പറഞ്ഞു, നീ എൻ്റെ മോളല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എത്രമാത്രം വേദനയായെന്നറിയാവോ? എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയെന്ന് പറഞ്ഞു. അച്ഛാ, അങ്ങനെ ഞാൻ അവരോടൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അച്ഛൻ്റെ മോളല്ലാതാവുമോ? ഒരിക്കലും ഇല്ല. ഞാൻ അച്ഛന്ന് ആദ്യം വിളിച്ച് ഈ ഇരിക്കുന്ന അച്ഛനെയാണ്. അപ്പം പിന്നെ ഒരിക്കലും ഒന്നും മായാനായിട്ടും പോകുന്നില്ല. എൻ്റെ മനസ്സിൽ ആ സ്ഥാനം എന്നും ഉണ്ടായിരിക്കും. എപ്പോഴും ഇത് എൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കും. പിന്നെ സത്യങ്ങളൊക്കെ ഞാൻ എല്ലാവരും തുറന്നു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. രോഹത്തിനോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അറിഞ്ഞിരിക്കണം അവരുടെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അവരൊരു കാരണവശാലും അവരുടെ അച്ഛനെ പഴിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ അവിഹിതത്തിലുണ്ടായ സന്തതിയല്ലേ ഞാനെന്ന് പറയാനായിട്ട് അവരിടവരില്ല. അവർ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ അച്ഛനെ തോൽപ്പിക്കാനോ അച്ഛനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടോ ഒന്നുമല്ല എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്കറിയാവോ, ഈ കുടുംബത്തെ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ നീയാണ്. നീ ഇല്ലെങ്കിൽ ഇപ്പം ഈ കുടുംബം ഇല്ലയെന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ടപ്പം അലീന പറഞ്ഞു, എപ്പോഴാണെങ്കിലും ഞാൻ ഇവിടുന്ന് പോകേണ്ട ആളല്ലേ അച്ഛാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ ഇപ്പോഴല്ലെങ്കിൽ അത് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലാവും. എന്നോട് ദേഷ്യം കാണിക്കില്ല അച്ഛാ, എന്നെ വഴക്ക് പറയില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ബാലേന്ദ്രൻ്റെ മുന്നിൽ നിന്ന് സങ്കടപ്പെടുവാണ്. ഇതേ സമയത്ത് മനുശങ്കർ സിറ്റ് ഔട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും രഞ്ജിനി അങ്ങോട്ടേക്ക് വന്നു. രഞ്ജിനിയുടെ കയ്യിലുള്ള ഒരു കപ്പ് ചായയൊക്കെ ഉണ്ടായിരുന്നു. മനു ചായക്ക് വേണ്ടി കൈ നീട്ടുമ്പോഴത്തേനും രഞ്ജിനി പറഞ്ഞു, ആഹാ, ഇതെൻ്റെ ചായയാന്ന് പറഞ്ഞു. അപ്പം നീ എനിക്ക് കൊണ്ടുവന്ന ചായ അല്ലേ ഇത്? പിന്നെ ഇത് എനിക്ക് കിട്ടിയ ചായയാന്ന് പറഞ്ഞു. ഓ, രാവിലെ ഒരു കപ്പ് ചായ അമ്മ കൊണ്ടു തരുന്ന, ഇന്നത് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇതുപോലും എനിക്ക് കിട്ടിയത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. ഇതെനിക്ക് ആരും തന്നൊന്നുമല്ല. ഞാൻ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ അടുക്കള സ്റ്റവിൽ ഇത്രയും ചായ ഉണ്ടായിരുന്നു. ഞാനത് എടുത്തുകൊണ്ട് വന്നു. അല്ല, അപ്പം അമ്മ എന്തിയേ? എഴുന്നേറ്റിട്ടില്ലാന്ന് തോന്നേ, കണ്ടില്ല എന്ന് പറഞ്ഞു. വൈജാൻ്റെയോ? ഞാൻ ആരുടെയും കാര്യം നോക്കിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് മനുവിൻ്റെ ഫോണിലേക്ക് ബബിതയുടെ കോൾ വരുന്നത്. ബബിതയാണല്ലോ, ഇതെന്ത് പറ്റി ഇവള് രാവിലെ? എന്തേലും പ്രശ്നം കാണും. ദേ, മനുവേൻ്റെ അടുത്ത് സംസാരിക്കുക. ഇനി ഈ ആഴ്ച ആ പ്രശ്നം കൂടെ കേൾക്കാനുള്ള ഇതൊന്നും എനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിനി അങ്ങോട്ടേക്ക് പോയി.
അപ്പോഴേക്കും മനു എടുത്തിട്ട് ചോദിച്ചു, എന്താ ബബിത, എന്ത് പറ്റി, അവിടെ എന്തായാലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അതെന്താ മനുവേട്ടാ, എന്തായാലും പ്രശ്നം ഉണ്ടെങ്കിലോ ഞാൻ മനുവേട്ടനെ വിളിക്കുള്ളോ. അല്ല, സാധാരണഗതി നീ എന്നെ വിളിക്കാറില്ല, അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചാ എന്തേലും പ്രശ്നമുണ്ടോന്ന്. അല്ല മനുവേട്ട, ഞാനൊരു കാര്യം ചോദിച്ചാൽ മനുവേട്ട സത്യം പറയാം. എന്താ? അച്ഛൻ്റെ മോളല്ല അലീന ചേച്ചി എന്നുള്ള സത്യം മനുവേട്ടന് മുമ്പ് അറിയായിരുന്നോ? അച്ഛൻ്റെ അഭിഹിത സന്തതിയാന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നില്ല ഇരുന്നേ. അപ്പം അതിനെക്കുറിച്ച് മനുവേട്ടൻ അറിയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മനു പറഞ്ഞു, ഇതെന്ത് ചോദ്യം നീ ചോദിക്കുന്നേ? ഞാനും അങ്കിളും തമ്മിൽ എങ്ങനെയാന്നുള്ള കാര്യം നിനക്കറിയാലോ, പിന്നെ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു. ഓഹോ, അപ്പം എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേ? എന്തിനാ മനുവേട്ട അങ്ങനെ ചെയ്തേ? അതെ, അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു കള്ളം പറയേണ്ടതായിട്ട് വന്നു അങ്കിളിന്, അത്രേ ഉള്ളെന്ന് പറഞ്ഞു. എനിക്കും മനസ്സിലായി. അല്ല, നീ എങ്ങനെ ഇത് അറിഞ്ഞത്? അതെ, അലീന ചേച്ചി രോഹിത്തേട്ടനോട് പറഞ്ഞതാ. രോഹിത്തേട്ടന എന്നോട് പറഞ്ഞത്. പക്ഷെ എന്നാലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പറഞ്ഞു. ആ, അത് പോട്ടെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് പ്രവർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ, അത് കഴിഞ്ഞു പോയ കാര്യമില്ലേന്ന് ചോദിച്ചു. മനുവേട്ട, വേറൊരു കാര്യം കൂടെ ഉണ്ട്, വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അതെന്താ? അത് പിന്നെ അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പം മനുവേട്ടന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അലീന ചേച്ചി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അലീന ചേച്ചി ഇവിടെ നിൽക്കുന്ന എനിക്കിഷ്ടം, പോകുന്ന ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ തീരുമാനത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുക ചെയ്യുന്നേ. അവൾ വെറുതെ ഒരു തീരുമാനം എടുക്കില്ല എന്നറിയാലോ. വൈജാൻ്റെ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടല്ലേ അവളിങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നത്. അത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ? അപ്പം പിന്നെ നീ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? പക്ഷെ അലീന ചേച്ചി പോയിട്ട് അമ്മ ഇങ്ങോട്ടേക്ക് വരണ്ട മനുവേട്ട. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. നമ്മളാരും പറഞ്ഞാലൊന്നും അനുസരിക്കാൻ പോകുന്നില്ല. പിന്നെ അലീനയുടെ കാര്യം, അവൾക്ക് പോകാനാ താല്പര്യമെങ്കിൽ അവൾ പോട്ടെ. ഞാൻ അവളോട് മാക്സിമം ഇതിനെക്കുറിച്ച് പറഞ്ഞു നോക്കിയതാ, ഒരു രക്ഷയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെ, മനുവേട്ടൻ ഒന്ന് സംസാരിക്കുമോ? ഒന്ന് സംസാരിച്ച് കാര്യത്തിൻ്റെ ഒരു വ്യക്തത വരുത്തുമോ? അലീന ചേച്ചി പറഞ്ഞു വിടാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ പറയാനൊക്കെ ഉള്ള അവളോട് പറഞ്ഞ, വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സംസാരിച്ച് നോക്കാം, അത്ര മാത്രം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് ഭവിത കോള് കട്ട് ചെയ്തു. ഭവിതയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേക്കും മനുവിൻ്റെ അടുത്തേക്ക് രഞ്ജിനി വന്നു. എന്നിട്ട് ചോദിച്ചു, മനുവേട്ടൻ ഇപ്പോൾ ഓക്കെ ആണോ? ഓക്കെ ആ, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിൽ ഇന്നാ ഈ ചായ പിടിച്ചോളാൻ പറഞ്ഞു. ഇതെവിടുന്ന ചായ? അമ്മ ഇട്ട് തന്നാണോ? അമ്മയൊന്നുമല്ല, ഒരു ചായയൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാടാവേ എന്ന് പറഞ്ഞു. ആഹാ, എന്നാ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. കുടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ചായ കൊള്ളാലോ. ആ, അതാണ് ഞാൻ. ഓ, എങ്കിൽ കൊള്ളില്ല എന്ന് പറഞ്ഞു. ആഹാ, എങ്കിലെങ്കിൽ തന്നേക്കാൻ പറഞ്ഞു. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞ. ചായ കിട്ടിയത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു. അല്ല, ഇപ്പം എന്താ പുതിയ പ്രശ്നം? ഭവിത വിളിച്ചിട്ട്. ഓ, അതറിയാലോ, ആൻറ്റി അങ്ങോട്ട് ചെല്ലണമെങ്കിൽ അലീനെ അവിടെ നിന്ന് പോകണമെന്ന്. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞു. കൊള്ളാം. ആൻറ്റിയുടെ സ്വഭാവം ഭവിതയ്ക്ക് അറിയാവുന്നതല്ലേ? പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ, എന്ത് ചെയ്യാനാന്ന് പറ. ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ, നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ഗോവർദ്ധനൻ കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ അലീന എന്ന് കഥ തുറന്നു കഴിഞ്ഞപ്പോൾ ഗോവർദ്ധനൻ അങ്ങോട്ട് കയറി വന്നു. ആഹാ അങ്കിളെ, ഇതെന്ത് പറ്റി? അതെ, എന്നെ ബാലേന്ദ്രൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം വന്നാന്ന് പറഞ്ഞു. ആഹാ, കൊള്ളാലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, എനിക്ക് സുഖം അങ്കിളേന്ന് പറഞ്ഞു. അല്ല, വൈജേശി പണിക്ക് പോയല്ലേന്ന് ചോദിച്ചു. അതെ, എന്ത് ചെയ്യാനാന്ന് പറ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവങ്ങളെ കാണിക്കും, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ഗോവർദ്ധനൻ പറഞ്ഞു. അതെ, ഇപ്പം എന്നോടും സംസാരിക്കാറില്ല, അതെന്ത് പറ്റി? അങ്കിളിനോടും പിടക്കമാണോ? അതങ്ങനെയാ, ഇടയ്ക്കൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. അതെ, ഞാൻ ബാലേട്ടനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രന് കുറച്ച് തിരക്കിട്ട പണിയിലായിരുന്നു. അപ്പോഴേക്കും ഗോവർദ്ധനൻ ചോദിച്ചു, എന്ത് പറ്റി ബാലേട്ടാ? എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? അതെ, നമുക്കൊരു യാത്രയുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ. യാത്ര? എന്ത് യാത്ര? നീലഗിരി, കുനൂറ്, പിന്നെ അതിനുശേഷം പുനലൂരൊക്കെ പോകണം. അവിടെ എന്തിനാ നീലഗിരിക്ക്? അവിടെ വൈജയുടെ മൂത്ത സഹോദരൻ ഉണ്ടല്ലോ, ഒന്ന് പോയി കാണണമെന്ന് പറഞ്ഞു. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട്. അല്ല, അത് പിന്നെ ഫോണിൽ കൂടെ സംസാരിച്ച പോരെ? അത് പോരാ, നേരിട്ട് മുഖത്ത് നോക്കി ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി ചോദിക്കണം, പറയുകയൊക്കെ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോണേന്ന് പറഞ്ഞു. പിന്നെ അലീന കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. അലീന ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. പോകാനോ? എങ്ങോട്ട്? അല്ല, അലീന പോയാലോ വൈജി ഇങ്ങോട്ടേക്ക് വരുവുള്ളെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവൾ പോകാമെന്ന് പറഞ്ഞു. ബാലേട്ടൻ അലീനെ പറഞ്ഞു വിടുവാണോ? ബാലേട്ടൻ്റെ മോളല്ലേ, അവൾ ഇവിടെയല്ലേ നിൽക്കേണ്ടത്? അവളുടെ കല്യാണപ്രായം എത്തിയതല്ലേ, അവളെ കെട്ടിച്ചു വിടാനുള്ളതിന് പകരം ഇനി അവളെ എങ്ങോട്ടേക്കാണ് പറഞ്ഞു വിടുന്നേ? ബാലേട്ടന് പറയാൻ മേലെ അവൾ എൻ്റെ മോളാ, അവൾ ഒരിടത്തും പറഞ്ഞു വിടില്ലെന്ന്. അതിനെ അവൾ എൻ്റെ മോളാ ആണെങ്കിലല്ലേ? എന്തൊക്കെയാ ബാലേട്ടൻ പറയണേ? ബാലേട്ടൻ്റെ മോളല്ലേ? അല്ല,
അവൾ എൻ്റെ മോളല്ല, ഞാൻ അങ്ങനെ ഒരു പുറംചട്ട എടുത്ത് അണിഞ്ഞാണ് അവൾ എൻ്റെ മോളാന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ ഇടുന്ന പോണൊക്കെ വെടിയുണ്ട ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞോണക്ക് ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതരം അപമാനങ്ങളിൽ നിന്നും അവൾക്ക് രക്ഷപ്പെടണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞാൽ അപ്പം ശരിക്കും ബാലേട്ടൻ്റെ മോളല്ലേ? അല്ല എന്ന് പറഞ്ഞു. അവളെ എനിക്ക് സേഫായിട്ട് എവിടെയെങ്കിലും എത്തിക്കണം. അല്ല ബാലേട്ട, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ബാലേട്ടൻ്റെ മോളാന്നാ. ബാലേട്ടനല്ലേ പറഞ്ഞ ഗൾഫിൽ ഏതോ ഒരു ആംഗ്ലോ ഇന്ത്യ സ്ത്രീക്ക്. അതൊക്കെ ഞാനൊരു കള്ളക്കഥ പറഞ്ഞ ഗോവർദ്ധന. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവളിവിടുന്ന് പോകുകയെന്ന് പറഞ്ഞു. അല്ല അലീന പോയാൽ എങ്ങനെ ശരിയാന്നേ? ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവളെ നോക്കിക്കൊണ്ടിരുന്നേ. അതെ, പക്ഷെ അവൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവളെ എനിക്ക് അങ്ങനെ കൂടെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ, സേഫായിട്ടൊരു സ്ഥലത്ത് എത്തിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നാളത്തെ യാത്ര എന്ന് പറഞ്ഞു. അല്ല അപ്പം പിന്നെ ബാലേട്ടൻ തീരുമാനിച്ചല്ലേ? അതെ, ഞാനും തീരുമാനിച്ചു. ഇനിയിപ്പം നമ്മൾ അവളുടെ തീരുമാനത്തെ ധിക്കരിച്ചു കൂടല്ലോ, അവൾക്ക് അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അവൾ ഇവിടുന്ന് പോയാലും എനിക്ക് അവളെ അങ്ങോട്ട് മറക്കാൻ പറ്റുമോ? അത് കേട്ടപ്പോൾ ഗോവർദ്ധനൻ പറഞ്ഞു, അതെനിക്കറിയാം. ബാലേട്ടന് അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ വിഷമാവെന്നുള്ള കാര്യം അറിയാം. ബാലേട്ടന് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബാലേട്ടൻ തന്നെ ഗോവർദ്ധനെ ഇങ്ങനെ വിഷമത്തോടു കൂടി നോക്കുക. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.